ട്രിവാൻഡ്രം വന്നിറങ്ങിയത് നല്ല അടിപൊളി വിശപ്പുമായിട്ടായിരുന്നു. ഫുൾ ലേറ്റ് ആയിട്ടായിരുന്നു ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിയത്. അപ്പോൾ നിങ്ങളത് ക്ലാസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഈവനിങ് ഞാൻ ട്രിവാൻഡ്രത്ത് എത്തി, ഫുഡൊക്കെ കഴിച്ചു. ഫസ്റ്റ് ചെയ്തത് ഷോപ്പിംഗ് ആയിരുന്നു. കാരണം അത്രയ്ക്ക് എൻ്റെ കയ്യിൽ ഒരു സാധനം കുക്ക് ചെയ്യാനുള്ളതില്ലായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ഡേ വിത്ത് മീ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ട്രിവാൻഡ്രം എത്തിയിട്ട് ഫസ്റ്റ് പോയ ഷോപ്പിംഗ് ആണ്. എല്ലാം തന്നെ കിച്ചണിലേക്കും ബാത്റൂമിലേക്കും വേണ്ട സാധനങ്ങളായിരുന്നു. പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം എനിക്ക് അവിടെ റൂംമേറ്റ്സായിട്ട് വലിയ കമ്പനി ഒന്നുമില്ല, ജസ്റ്റ് 1-2 കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ ആ 2 കുട്ടികൾ അല്ലാതെ വേറെ കുട്ടിയുടെ അടുത്ത് ഞാനന്ന് സംസാരിച്ചു. അപ്പം ജസ്റ്റ് ഞാൻ ചോദിച്ചു, വരുന്നു എൻ്റെ കൂടെ പുറത്തേക്കെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ വരാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിട്ടായിരുന്നു ലുലുവിൽ പോയത്. ഫസ്റ്റ് തന്നെ ഷോപ്പിംഗ് ആയിരുന്നു ചെയ്യേണ്ടത്, കാരണം ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാന്ന്. പക്ഷെ അതിന് മുന്നേ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കണം എന്നുണ്ടായിരുന്നു. ചോക്ലേറ്റിൻ്റെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്. അപ്പോൾ ചോക്ലേറ്റിന് എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. ഞാൻ ലുലുവിൽ ഇതിന് മുന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ ഒരു ലുലുവിലെ എന്തൊക്കെ ഷോപ്പ്സാണ് ഉള്ളതെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് കറങ്ങി ഫുഡ് കോർട്ടിൽ പോയി എനിക്ക് ജ്യൂസും അവൾക്ക് വാങ്ങിയത് ബബിൾസിൻ്റെ ജ്യൂസായിരുന്നു കേട്ടോ. അവൾക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഐസ്ക്രീമും കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. ഫ്രം ദ സ്റ്റാർട്ട് സ്ക്രാച്ച് നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങണമായിരുന്നു. പ്രത്യേകിച്ച് ലിസ്റ്റ് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല, കാരണം ലിസ്റ്റ് കാര്യങ്ങൾ എഴുതാനുള്ളൊരു ഐഡിയ ഒന്നും എനിക്കില്ല. ഞാനങ്ങനെ വീട്ടിൽ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. എപ്പോഴും ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യുക, ക്ലീനിങ് കാര്യങ്ങൾ ചെയ്തിട്ടാണ്. കുക്കിംഗ് എനിക്ക് ഒരു പരിചയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇനി അത് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇപ്പോൾ അത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യാം, ലുലുവിൻ്റെ ഒരു അറ്റം തൊട്ടിട്ട് അങ്ങറ്റം വരെ ഇങ്ങനെ ജസ്റ്റ് കറങ്ങി നടക്കാം, എന്നിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ കയറി വന്നപ്പോൾ കണ്ടത് ബാത്റൂം എസെൻഷ്യൽസ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. ചെറിയതാണ് കേട്ടോ എടുത്തത്, ഒന്നും വലുത് എടുത്തിട്ടില്ല. എല്ലാം തന്നെ ചെറിയ സാധനങ്ങളാണ് എടുത്തത്. ലൈസോള്, ഡെറ്റോള്, അങ്ങനത്തെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ വിം എടുത്തു. പിന്നെ എനിക്കൊരു വൈറ്റ് ഷൂവിൻ്റെ പോളിഷ് വേണമായിരുന്നു, അതെടുത്തു. പിന്നെ ഈ 3 പാൻ്റെ സെറ്റ് ഒരുമിച്ച് വാങ്ങി. പിന്നെ ചായ ഞാൻ കുടിക്കാറില്ല, പക്ഷേ ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. അപ്പോൾ ഒരു അരിപ്പ എടുത്തു. പിന്നെ കട്ടിംഗ് ബോർഡ്, നൈഫ്, അതിന് അത്യാവശ്യം കാണുന്ന എല്ലാ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വേണമെന്ന് നോക്കിയിട്ട് തന്നെ കേട്ടോ എടുത്തത്, വെറുതെ വാരി വലിച്ചെടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ കണ്ടെയ്നർ ബോക്സിൻ്റെ ഒരു സെറ്റ് വാങ്ങി. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ അരി വാങ്ങി. എനിക്ക് നല്ല ഉണ്ട ചോറ് വേണം, ഇങ്ങനെ അലിഞ്ഞ ചോറ് ആവരുത്. അപ്പോൾ എനിക്ക് ഏത് അരി വാങ്ങേണ്ടതെന്ന് പോലും അറിയില്ല. പിന്നെ കുറേ വീട്ടിലേക്കൊക്കെ വിളിച്ച് അവരൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അരി വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങളുടെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എല്ലാം വാങ്ങണമായിരുന്നു, അത്യാവശ്യം എല്ലാം. അപ്പം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിയതാണ്. ഈ ട്രോളിയിലുള്ള ഇതിലുള്ളതും പിന്നെ അവിടെ ബില്ലിംഗ് കൗണ്ടറിൽ കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയതാണ്. പിന്നെ ലുലു കണക്റ്റിൽ പോയി, കാരണം എനിക്ക് മാറ്റ്, പില്ലോ, പിന്നെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ലിപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അവിടെ പോയിട്ടാണ് അത് വാങ്ങിയത്. ലുലു കണക്റ്റ് അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുന്ന് അധികം സാധനങ്ങളൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ 3 സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ വാങ്ങി. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല അഫോർഡബിളായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മാറ്റാണ് ഞാൻ വാങ്ങിയത്. ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് അത്രയും സമയം എടുത്തത്, കാരണം കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചതാ പോവുകയാണ് വീട്ടിലേക്ക്. സത്യം പറയാലോ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനൊരു ഷോപ്പിംഗ് ചെയ്തിട്ടില്ല, കാരണം വീട്ടിലേക്കും ഇത്രയ്ക്കൊന്നും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും സാധനങ്ങളാണല്ലോ വാങ്ങുന്നത്. ഡെയിലി യൂസിനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാം നമുക്ക് വാങ്ങണ്ടേ. അതുകൊണ്ട് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഇതിപ്പം എല്ലാം ഒതുങ്ങിയിട്ടാണ് കാണുന്നത്, കാരണം കവറിലാണല്ലോ. ഇതൊക്കെ ഇപ്പം ഞാൻ ലിഫ്റ്റിൽ പോകുമ്പോൾ ഒക്കെ ഒതുക്കിയിട്ടാണ് കൊണ്ടുപോയത്. ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലൊക്കെ എല്ലാം സാധനങ്ങളൊക്കെ വെച്ച് ഒതുക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. പക്ഷേ ഫ്ലാറ്റിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് എന്തോരം സാധനങ്ങളാണ് വാങ്ങിയത്. എത്തുമ്പോൾ രാത്രി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഫസ്റ്റ് ഡേന്ന് കുക്ക് ചെയ്തു കേട്ടോ. അത് ചമ്മന്തി ഉണ്ടാക്കുകയാണ് ഞാൻ. ചമ്മന്തി പിന്നെ ദോശയുടെ മാവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി രാത്രിത്തേക്ക് കുക്ക് ചെയ്തു. എനിക്കും എൻ്റെ റൂംമേറ്റിനും കൂടി വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്തു. അങ്ങനെ ആ ഒരു ഡേ കൂടി അവസാനിച്ചു. അപ്പം ബാക്കി വിശേഷങ്ങൾ വേറെ വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.